ഓക്കെ. അപ്പോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ 4ാമത്തെ വീഡിയോ ആണത്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ അസസ്മെന്റ് എന്താ, അസസ്മെന്റ് എങ്ങനെ ചെയ്യാം, അതേപോലെ ഇവാലുവേഷൻ എന്താ, ഇവാലുവേഷന്റെ ബേസിക് കൂടി പറഞ്ഞു നിർത്തി. ഇനി നമുക്ക് എടുക്കാനുള്ളത് CCE അഥവാ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. അപ്പോൾ അത് ഒരു ഇവാലുവേഷൻ മെത്തേഡാണ്, അതായത് അസസ്മെന്റ് മെത്തേഡ് എന്നൊക്കെ പറയാം. ഈ 2009 ഒരു ആക്ട് വന്നിട്ടുണ്ടായിരുന്നു, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു സംഭവമാണ് എന്താ ഈ CCE, കണ്ടിന്യൂസ് ആയിട്ട്. ഓക്കെ, ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ടും കോംപ്രഹെൻസീവ് ആയിട്ടും ഇവാലുവേഷൻ ചെയ്യുക. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞ പോലെ ഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഇവാലുവേഷൻ മെത്തേഡ്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ CBSE അവതരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, CCE. അതെന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്താ സ്കൂൾ ബേസ്ഡ് ഇവാലുവേഷൻ ദാറ്റ് ഫോക്കസ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. അത് നമ്മളുടെ സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ മെത്തേഡാണ്. എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? നമ്മളുടെ ഹോളിസ്റ്റിക് ആയിട്ട്. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് 360 ഡിഗ്രി ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്. കുട്ടിയുടെ സ്കോളസ്റ്റിക്കും ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ് ചെയ്യേണ്ടത്. അതായത് ബോത്ത് ഹോളിസ്റ്റിക് അല്ല കേട്ടോ, ഇവിടെ സ്കോളസ്റ്റിക് ഉണ്ട് ആൻഡ് കോസ്കോളസ്റ്റിക് ആസ്പെക്ട്സ്. ഈ രണ്ട് കാര്യങ്ങളെയും, അതായത് പാഠ്യേതര വിഷയങ്ങളെയും പഠന വിഷയങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു ഇവാലുവേഷൻ ആണ് എന്ത് ഇവിടെ നമ്മൾ നോക്കുന്നത്. അതെന്നാ ഉണ്ടായത്? 2010, അതായത് 2009 എന്ത് വന്നു? റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നു. അതിനുശേഷം 2010 എന്ത് വരുന്നത്? നമ്മളുടെ CBSE ക്ലാസ് 9 ക്ലാസ് 10 ഏപ്രിൽ 1 മുതൽ എന്ത് ചെയ്യുന്നത്? CCE ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഫോർമലി. ഓക്കെ, ആ ഡേറ്റ് ആലോചിച്ച് വെക്കുക. ഏപ്രിൽ 1, 2010 ആർക്കൊക്കെയാ? ക്ലാസ് 9 ക്ലാസ് 10 ആരാ ചെയ്തിട്ടുള്ളത്? CBSE കേട്ടോ. അപ്പോൾ ആരാ ചെയ്തതെന്ന് ആലോചിച്ച് വെക്കുക, അതിന്റെ ഇമ്പോർട്ടൻസ് ആലോചിച്ച് വെക്കുക, ഡേറ്റ് ആലോചിച്ച് വെക്കുക. ഓക്കെ, അപ്പോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ നോക്കാം. അപ്പോ എങ്ങനെയാ അസസ്മെന്റ് ചെയ്യേണ്ടതെന്ന് അവർ പറയുന്നത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആയിരിക്കും ചെയ്യേണ്ടത്. അഥവാ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ് നമുക്ക് ഇവിടെ നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആയിരിക്കണം. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമേറ്റീവ് ടൈപ്പ് ആയിട്ട് മെല്ലെ 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 കൂട്ടി വരിക. അതായത് ഓരോ പരീക്ഷ ഓരോ പാഠം കഴിയുമ്പോഴും എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്ത് വരുന്നു. കുട്ടിയുടെ നിലവാരം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ടീച്ചറോ. അതേപോലെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ് വേണ്ടത്. കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നോക്കിയിട്ടുള്ളത്. അതായത് ചൈൽഡ് സെന്റേർഡ് എന്ന് പറയാം നമുക്ക്, അല്ലെ? ചൈൽഡ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആയിരിക്കണം. അതേപോലെ ഡയഗ്നോസ്റ്റിക്. ഈ ഡയഗ്നോസ്റ്റിക് എന്തിനാ? കുട്ടിക്ക് എവിടെയൊക്കെ മാർക്ക് കുറയുന്നുണ്ട് എന്നുള്ളതിന്റെ കാരണം, ഓക്കെ, റീസൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നോക്കേണ്ടത്. റീസൺ, ലേണിംഗ് ഗ്യാപ്പിനുള്ള റീസൺ, ലേണിംഗ് ഗ്യാപ്പ്. ഓക്കെ, ലേണിംഗ് ഗ്യാപ്പിനുള്ള റീസൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. അങ്ങനെ റീസൺ കണ്ടുപിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? റെമീഡിയൽ ടീച്ചിങ് ആണ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു, റീസൺ കിട്ടിക്കഴിഞ്ഞാൽ റെമീഡിയൽ ടീച്ചിങ് അഥവാ റീ ടീച്ചിങ്, അല്ലെ? റെമീഡിയൽ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് കുട്ടിയുടെ ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഒരു ഹോളിസ്റ്റിക് മെത്തേഡിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് കുട്ടിയുടെ ഡെവലപ്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓറിയന്റ് ചെയ്യുന്നത്. അതേപോലെ ഒരു കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് സിസ്റ്റം ആയിരിക്കണം. അതായത് ഓരോ പരീക്ഷ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും ഇവാലുവേറ്റ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് കിട്ടി അതിന് ഇവാലുവേഷൻ നടത്തിയിട്ട് വേണം ടീച്ചർ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മാർക്ക്, അതേപോലെ ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മോറൽ വാല്യൂസ് അല്ലെങ്കിൽ എത്തിക്കൽ വാല്യൂസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, കുട്ടിയുടെ മാർക്കും അതിലുപരി കുട്ടിയുടെ മോറൽ വാല്യൂസും കൂടി ഇവാലുവേഷൻ നടത്തുന്ന ഒരു സിസ്റ്റമാണ് വേണ്ടതാണ് CCE നമുക്ക് പറയുന്നത്. ഇനി അതെന്തായിരിക്കണം? ഫ്ലെക്സിബിൾ ആയിരിക്കണം ആൻഡ് കോംപ്രഹെൻസീവ് ടൂൾസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിന് 2 ഏരിയയാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെയാ? ഒന്ന് സ്കോളസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ടത്. എന്നാൽ കോസ്കോളസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനത്തിലുപരിയുള്ള കായികം, അതേപോലെ ചിത്രരചന, ആർട്ടുകള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് വരുന്നത്. ഓക്കെ, scholastic aspects. These include the academic and intellectual development of learners. ഏതൊക്കെയാ വരുന്നത്? അക്കാഡമിക്. ഓക്കെ, അക്കാഡമിക്കും ഇന്റലക്ച്വൽ ഡെവലപ്മെന്റും ആണ് ഇതിൽ വരുന്നത്, സ്കോളസ്റ്റിക്കിൽ വരുന്നത്.
നോളേജ് ആൻഡ് കോംപ്രഹെൻഷൻ, അപ്ലിക്കേഷൻ ആൻഡ് അനാലിസിസ്, എങ്ങനത്തെ റീഡിങ്, റൈറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എക്സാമുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്, സ്കോളസ്റ്റിക് ആസ്പെക്റ്റിൽ വരുന്നത്. ഡൗട്ട് ഉണ്ടാവില്ലല്ലോ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇനി സ്കോളസ്റ്റിക്കിലോട്ട് വരുമ്പോൾ എന്തൊക്കെയുള്ളത്, ദീസ് ഫോക്കസ് ഓൺ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഒരു കുട്ടിയുടെ ഓവറോൾ പേഴ്സണാലിറ്റി, അവന്റെ ക്ലാസ് റൂമിലുള്ളതും ഉള്ളിലുള്ളതും പുറത്തുള്ളതും ആയിട്ടുള്ള അവന്റെ പെരുമാറ്റം, അവന്റെ ലൈഫ് സ്കില്ലുകള്, ഇതെല്ലാം അവന്റെ ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ കൂടി ചേർന്ന് വരുന്നതാണ് എന്തുള്ളത്, പോസ്റ്റ് ആസ്പെക്റ്റിൽ വരുന്നത്. അതായത് എന്തൊക്കെ, ലൈഫ് സ്കില്ല്, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, അവൻ കാണിക്കുന്ന മോറൽ വാല്യൂസ്, എത്തിക്കൽ വാല്യൂസ്, അതൊക്കെ അതിൽ വരും. അവന്റെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷന് ഇത് വരും. അതേപോലെ വർക്ക് എഡ്യൂക്കേഷൻ, അതായത് വൊക്കേഷണൽ ആയിട്ടുള്ള അവൻ എന്തൊക്കെ അറിവുണ്ട്, ഒരു റിയൽ ലൈഫ് പ്രോബ്ലം വരുമ്പോൾ അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരും, സ്കോളസ്റ്റിക്കില് വരും. ഇതൊക്കെ ടീച്ചർ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അവന്റെ മാർക്ക് മാത്രമല്ല ടീച്ചർ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അതിന് വേണ്ടി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണ്ടേ കുട്ടികളടുത്ത് ഈ വാല്യുവേഷൻ നടത്തുമ്പോൾ. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ളത് നമുക്കറിയാം. ഏതൊക്കെയാ, 2 ടൈപ്പാണ് മെയിൻ ആയിട്ട് എപ്പോഴും നമ്മൾ കാണാറുള്ളത്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, രണ്ടാമത്തെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താ, നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ MCQ ഒക്കെ എന്താണ്, ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ. എ ആണെങ്കിൽ എ, അല്ലെങ്കിൽ ബി, അല്ലെങ്കിൽ സി, അല്ലെങ്കിൽ ഡി. എയും ബിയും ഒരുമിച്ച് ഒറ്റ ഉത്തരത്തിൽ വരില്ല, അല്ലെങ്കിൽ സിയും ഡിയും ഒറ്റ ഉത്തരമായിട്ട് വരില്ല. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അതാണ് എന്ത്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ എന്തായിരിക്കും ആൻസർ, എപ്പോഴും എന്തായിരിക്കും, ഡെഫിനറ്റ് ആയിരിക്കും. ആൻസർ ഡെഫിനറ്റ് ആണ്, അതിൽ മാറ്റം ഉണ്ടാവില്ല, ഫിക്സ്ഡ് ആയിട്ടുള്ള ആൻസറാണ്. ഓരോ കുട്ടിക്കും ഓരോ ആൻസർ അല്ല, ഓരോ ടീച്ചർക്കും ഓരോ ആൻസർ അല്ല വരുന്നത്. അപ്പോ അതുകൊണ്ട് എന്താ, ഡു നോട്ട് റിക്വയർ എക്സ്പ്ലനേഷൻ. നമ്മൾ ഏതെങ്കിലും ഈ PSC പരീക്ഷകൾക്കൊക്കെ, അല്ലെങ്കിൽ നമ്മളുടെ SSC പരീക്ഷകൾക്ക്, KVSന്റെ അല്ലെങ്കിൽ UGCന്റെ നമ്മൾ എന്ത് ചെയ്യില്ല, എക്സ്പ്ലെയിൻ ചെയ്ത് പോകാറുണ്ടോ, ഓരോ ഉത്തരങ്ങൾ എങ്ങനെയാ വരണമെന്ന് നമ്മൾ പറയില്ലല്ലോ. ഇതാണ് ഉത്തരം എന്ന് മാത്രമല്ല നമ്മൾ പറയുള്ളൂ. ഓക്കെ. അടുത്ത എന്താ, ജസ്റ്റ് സെലക്ട് ഓർ റൈറ്റ് ആൻസർ. ആൻസർ ഇപ്പോ ഒന്നാമത്തെ ആൻസർ ഇപ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947. ഇത്ര നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ. അതിലുപരി അത് എങ്ങനെ കിട്ടി, അത് എങ്ങനെയൊക്കെ സമരം നടന്നു, അതൊന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല, അല്ലേ? അതിപ്പോ MCQ ആണെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം വെച്ചാൽ ഓപ്ഷൻ ബി നമ്മൾ എന്ത് ചെയ്താൽ മതി, കറപ്പിക്കുക, വെച്ചാൽ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മളുടെ മെമ്മറി മാത്രമല്ലേ ഇവിടെ നോക്കുന്നുള്ളൂ, നമ്മളുടെ സ്കില്ലുകൾ, വേറെ സ്കില്ലുകളൊന്നും നോക്കുന്നില്ലല്ലോ. അതില് കുട്ടിക്ക് ആ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് 1947 കിട്ടി എന്നുള്ളതല്ലാണ്ട് അതിന്റെ പിന്നിൽ നടന്ന ബാക്കിയുള്ള സമരങ്ങള്, പ്രശ്നങ്ങൾ, അതൊന്നും കുട്ടിക്ക് അറിയേണ്ട ആവശ്യമില്ല, അല്ലച്ചാ എഴുതുന്ന ആൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അതാണ് എന്ത്, ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രശ്നം. ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ആ ഒരൊറ്റ പോയിന്റ് മാത്രമേ അവന് അറിയേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വരുന്നില്ല, അല്ലേ? അപ്പൊ കുട്ടിയുടെ മെമ്മറി മാത്രമേ ഇവിടെ നോക്കുന്നുണ്ടാവുള്ളൂ. ഇതെന്താണ്, ഒരു ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇപ്പോ യെസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറക്റ്റ് പെർട്ടിക്കുലർ ആൻസർ വരുന്ന സാധനം, അതാണ് എന്ത്, ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇങ്ങോട്ട് വിശദീകരിച്ച് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പൊ ഇതിന്റെ ആൻസർ എന്താ, 1947 എന്നുള്ളൊരു ഒറ്റ ആൻസറാ, അല്ലാണ്ട് അതിന് വീണ്ടും വിശദീകരിച്ച് എഴുതേണ്ട ഒരു കാര്യം വരുന്നില്ല. അപ്പൊ അതെന്തായി, ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയി. ഇനി കുട്ടിയുടെ കൺവെർജന്റ് ആയിട്ടുള്ള തിങ്കിങ്ങിലാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി കുട്ടിയുടെ പ്രശ്നങ്ങൾ പറയുകയാണ് എന്ത്, കനോട്ട് മെഷർ ദ ക്രിയേറ്റിവിറ്റി ഓർ എക്സ്പ്രഷൻ. അപ്പൊ ക്രിയേറ്റിവിറ്റി, കുട്ടിയുടെ സാഹിത്യം ഒന്നും എന്തിലോ എഴുതാൻ പറ്റില്ല. സാഹിത്യപരമായിട്ടൊന്നുള്ള ഉത്തരങ്ങള് ഈ MCQ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. എക്സ്പ്രസീവ് ആയിട്ടുള്ള ആൻസർ കുട്ടിക്ക് എഴുതാൻ പറ്റില്ല. സ്റ്റുഡന്റ് മേക്കേഴ്സ് ആൻസേഴ്സ്, കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് ഗസ് ചെയ്ത് എഴുതാൻ പറ്റും വേണമെങ്കിൽ. അതേപോലെ ഇത് എന്താ സംഭവം ചെയ്യുന്നത്, റോട്ട് ലേണിങ്ങിനല്ലേ ശരിക്കും ഇത് എൻകറേജ് ചെയ്യുന്നത്. ശരിക്കും നല്ലതാണോ, അല്ല. നമ്മൾ എന്താ ചെയ്യുന്നില്ല, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനില് റോട്ട് ലേണിങ്ങിനാണ് എന്ത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? MCQ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുന്ന, ഫിക്സ്ഡ് ആൻസർ ആയിരിക്കും, അതേപോലെ ക്ലോസ്ഡ് എൻഡഡ് ആയിരിക്കും, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, കൺവെർജന്റ് തിങ്കിങ്. ഈ കൺവെർജന്റ് എന്നുള്ള വാക്ക് ആലോചിച്ച് വെക്കുക, ചിലപ്പോൾ ചോദിക്കും കൺവെർജന്റ് തിങ്കിങ് ഏത് ടൈപ്പ് ക്വസ്റ്റ്യനിലാണ് വരുന്നത് ചോദിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പ് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, അപ്പോ നമ്മളുടെ എസ്സെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താണ്, സബ്ജക്റ്റീവ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് എഴുതാനെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതില്ലേ,
വിവരണങ്ങളും, ഇതൊക്കെ എന്താണ്? എസ്സേ ടൈപ്പാ. അപ്പൊ എന്താ റിക്വയർഡ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ആൻസേഴ്സ് ആയിരിക്കും കുട്ടികൾ എഴുതുന്നുണ്ടാവുന്നത്. കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള വാക്കുകൾ ടീച്ചർ പറഞ്ഞ അതേ വാക്കുകൾ തന്നെ എഴുതണമെന്നുണ്ടോ? ഇല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരം കിട്ടിയ കാര്യങ്ങൾ ഏതൊക്കെയാണ് കുട്ടികൾക്ക് ഒന്ന് വിശദമാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. കുട്ടിക്ക് കുട്ടിയുടെ വാക്കുകളിൽ കുട്ടിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളിലൂടെ എഴുതാൻ പറ്റും. എന്നാൽ മറ്റ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ അങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. അപ്പോ സ്റ്റുഡൻസ് ഓൺ വേർഡിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. അതെന്തായിരിക്കും? ഓപ്പൺ എൻഡഡ് ആ. അതായത് യെസ് ഓർ നോ അല്ലെങ്കിൽ 1947 എന്നുള്ളതിൽ ഒതുങ്ങാതെ കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള സാഹിത്യം ഉൾക്കൊള്ളിച്ച് വളരെ വിശദമാക്കി വ്യക്തമാക്കി എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതാണ് എന്ത്? ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ക്ലോസ് അല്ല, ഓപ്പൺ ആണ്. അപ്പൊ എവിടെ എന്താണ് ഉണ്ടാകുന്നത്? കുട്ടിയുടെ ഡൈവേർജന്റ് തിങ്കിങ് ആണ്. ഓക്കെ, ഡൈവേർജന്റ് തിങ്കിങ്. തൊട്ട് മുന്നത്തെ ഏതായിരുന്നു? മറക്കരുത്, കൺവെർജന്റ് തിങ്കിങ് ആയിരുന്നു എന്തുണ്ടായിരുന്നത്? തൊട്ട് മുന്നേ ഉണ്ടായിരുന്നത് അല്ലേ? നോക്കി നോക്കൂ, കുട്ടിയുടെ കൺവെർജന്റ് തിങ്കിങ് ആണ് അവിടെ. ഇവിടെ എന്തായി? ഡൈവേർജന്റ് തിങ്കിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, യൂസ്ഫുൾ ടു ഇവാലുവേറ്റ് ദ ഡെപ്ത് ഓഫ് നോളജ് ഇൻ പെർട്ടിക്കുലർ ടോപ്പിക്സ്. ഒരു ടോപ്പിക്കിലെ വളരെ ഗാഠമായിട്ടുള്ള കുട്ടിക്ക് അറിവുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചൊരു എസ്സേ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, ചൗരി ചൗര പ്രശ്നങ്ങൾ, അതേപോലെ ബാൻഡ് വാഗൺ ട്രാജഡി, ബംഗാൾ വിഭജനം, അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും കുട്ടിക്ക് ഒരു ഗാഠമായ അറിവുണ്ടോ എന്ന് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതിൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ഡീപ്പായിട്ടുള്ള സംഭവങ്ങളും ഒക്കെയാണ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഭയങ്കരമായിട്ടുള്ള ടൈം കൺസ്യൂമിങ് അല്ലേ? വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒരു പാഠത്തില്. ഇപ്പൊ വേൾഡ് ഹിസ്റ്ററിയിൽ കാണിച്ചാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മാത്രമല്ല കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. പകരം ഇതിലോട്ട് മാത്രം അത് ഫോക്കസ് ചെയ്യേണ്ടി വരും. അത്രയും സമയം നമുക്ക് ഒരു എസ്സേക്ക് എത്ര സമയം എടുക്കും? ഒരു 30 മിനിറ്റ് ഒക്കെ അല്ലേ പറയുന്നത്? 30 മിനിറ്റ് അടച്ച് 15 മിനിറ്റ്. ആ 15 മിനിറ്റ് മൊത്തം എവിടെ പോകുന്നത്? ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലാണ്. എന്നാൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണെച്ചാലോ 15 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 15 ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റി. 15 ക്വസ്റ്റ്യനും 15 ടോപ്പിക്കിലേക്ക് ആക്കാൻ പറ്റും അല്ലേ? അത്രയും പല ഭാഗത്തോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഇതിൽ അങ്ങനെ എത്താൻ പറ്റില്ല. ലിമിറ്റഡ് സിലബസ് കവറേജാ. കുറെ ടൈം എടുക്കും, പക്ഷെ സിലബസ് കവറേജ് കുറവായിരിക്കും ഉണ്ടാവുന്നത്. അതേപോലെ സബ്ജക്ടിവിറ്റി ഇൻ മാർക്കിംഗ്. ഇപ്പോ ഞാനൊരു കാര്യം എഴുതി, സബ്ജക്ടിവിറ്റി ഇൻ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ട് എന്റേതായിട്ടുള്ള രീതിയിൽ ഒരു എസ്സേ എഴുതി. പക്ഷെ ഞാൻ നോക്കുന്ന ടീച്ചർക്ക് അത് പോരാ, അല്ലെങ്കിൽ ആ ടീച്ചർക്ക് അതൊരു സബ്ജക്റ്റീവ് ആയിട്ടാണ്, ടീച്ചറുടെ സബ്ജക്റ്റീവ് ആയിട്ടാണ് എന്ത് ചെയ്യാം അവിടെ മാർക്കിംഗ് വരുന്നത്. അത് കറക്റ്റ് അല്ല തോന്നുകയാണ് ടീച്ചർക്ക്. സംഭവം ചിലപ്പോൾ എന്റെ കാഴ്ചപ്പാടിൽ അത് കറക്റ്റ് ആവും, ടീച്ചറുടെ കാഴ്ചപ്പാടിൽ എന്തല്ല അത് കറക്റ്റ് അല്ല എന്ന് ടീച്ചർക്ക് തോന്നാം. അപ്പൊ അതെന്തായി? സബ്ജക്റ്റീവ് മാർക്കിംഗ് അവിടെ നടക്കുന്നത്. ഓരോരുത്തർക്ക് അനുസരിച്ച് അത് മാറും അല്ലേ? ഇനി ഇവിടെ എന്താ? കുട്ടിയുടേതായിട്ടുള്ള തിങ്കിങ് ആ വരുന്നത്. അതായത് ഒറിജിനൽ തിങ്കിങ്, കുട്ടിയുടെ തിങ്കിങ്. അതേപോലെ ക്രിയേറ്റിവിറ്റി ടീച്ചറുടെ ഒന്നുമല്ല വരുന്നത്, കുട്ടിയുടെ വാക്കുകളല്ലേ എഴുതുന്നത്. മെഷേഴ്സ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത് നമ്മളുടെ സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഡൈവേർജന്റ് തിങ്കിങ് ആണ് വരുന്നത്. അതേപോലെ കുറച്ച് സിലബസേ കവർ ചെയ്യുള്ളൂ, കുറെ ടൈം എടുക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ എന്താണ്? ഡീപ്പ് ആയിട്ടുള്ള നോളജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാൻ പറ്റും, ഒറ്റ സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി. ഓക്കെ, ഇനി ഇവാലുവേഷൻ ഉപയോഗിക്കുന്ന കുറച്ച് ടൂളുകൾ, ബേസിക് ടൂളുകൾ, നമുക്കറിയുന്ന ടൂളുകളാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എന്താ? ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എന്താ അറിയില്ലേ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, ടു ഡു ലിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. ഇവിടെ ഇപ്പൊ എന്തെങ്കിലും ഹോംവർക്ക് ആണ് അവന്റെ, എസ് എഴുതാൻ പറഞ്ഞാണ് അവന്റെ, കുട്ടിയുടെ സെമിനാർ ആണ്, കുട്ടി എസ് എഴുതി വന്നു. അപ്പൊ അവിടെ എന്തായി? ടിക്ക് ഇട്ടു. എന്നാൽ ഇത് ചെയ്തില്ല, അപ്പൊ അവിടെ ടിക്ക് ചെയ്തില്ല. സെമിനാർ ചെയ്തില്ല, അവിടെ ടിക്ക് ചെയ്തില്ല. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ എന്തൊക്കെയാ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ടീച്ചർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ലിസ്റ്റ് ഓഫ് യൂസ്ഡ് ടു മാർക്ക് പ്രസൻസ് ഓർ അബ്സെൻസ് ഓഫ് സ്പെസിഫിക് ട്രയൽസ് ഓർ ബിഹേവിയേഴ്സ്. ഓക്കെ, അടുത്ത എന്താ? റേറ്റിംഗ് സ്കെയിൽ. എന്താ? ഇത് തന്നെയാണ് എന്ത്? റേറ്റിംഗ് സ്കെയിൽ. കുട്ടിയുടെ ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് കുട്ടിയുടെ റേറ്റിംഗ് എങ്ങനെയാണ്, നമ്മളുടെ ലേണേഴ്സ് പെർഫോമൻസ് എങ്ങനെയാണ് ടീച്ചർക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഗുഡ് ആണോ ബാഡ് ആണോ ആവറേജ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത എന്താ? ക്വസ്റ്റിനെയർ. ക്വസ്റ്റിനെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുറെ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു പേപ്പർ, അത് നമ്മൾ എന്ത് ചെയ്യാണ്? പൂരിപ്പിച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ? ഇതേപോലത്തെ നമ്മളുടെ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ഈ സർവേക്കൊക്കെ ആയിട്ട് ഓരോരുത്തർ വരില്ലേ? അപ്പൊ നമ്മളുടെ എന്ത് ചെയ്യും? ഇങ്ങനെ കുറെ സാധനങ്ങൾ തന്നിട്ട് ഇത് പൂരിപ്പിക്കാൻ പറയും. അങ്ങനെ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ് എന്ത്? ക്വസ്റ്റിനെയർ. എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഡിസൈൻഡ് ടു കളക്ട് ഇൻഫർമേഷൻ, ഒപ്പീനിയൻസ് ഓർ ആറ്റിറ്റ്യൂഡ്സ് ഫ്രം ലേണേഴ്സ്. ഏതൊക്കെയാ? ഇൻഫർമേഷൻ, നമ്മളുടെ ഇൻഫർമേഷൻ ഉണ്ടാവും, നമ്മളുടെ ഒപ്പീനിയൻസ് ഉണ്ടാവും. ഇതിനെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട്, ഇത് ശരിയാണോ അല്ലയോ എന്ന് പറഞ്ഞിട്ട്, ആണ് അല്ല ഓക്കെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ.
അതേപോലെ ആറ്റിറ്റ്യൂഡ് ഫ്രം ലേണേഴ്സ്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അതേപോലെ ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഗെയിമുകളൊക്കെ കളിക്കുന്നവർക്ക് അറിയാം ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ട്, അതായത് എന്താ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ. അപ്പോ സെൽഫ് റിപ്പോർട്ട് ടൂൾസ്, നമ്മുടെ ഒരു ഇൻവെന്ററി പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സെൽഫ് റിപ്പോർട്ട് ടൂൾ ആണ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻട്രസ്റ്റുകള്, ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, നമ്മളുടേത് തന്നെ ഇൻട്രസ്റ്റുകൾ ഏതൊക്കെയാണ്, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സ് ഏതൊക്കെയാണ്, അതേപോലെ നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഏതൊക്കെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൽഫ് റിപ്പോർട്ട് ടൂൾസ് ആണ്. ഓക്കെ, ഇനി അനക്ഡോട്ടൽ റിപ്പോർട്ട്. അനക്ഡോട്ടൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈം സ്കെയിൽ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രീഫ് റിട്ടൺ ഡിസ്ക്രിപ്ഷൻ ഓഫ് സിഗ്നിഫിക്കന്റ് ഇൻസിഡൻസ് റിലേറ്റഡ് ടു സ്റ്റുഡൻസ് ബിഹേവിയർ ഓർ പെർഫോമൻസ്. അപ്പോ നമുക്ക് ഈ വലിയ വലിയ ആളുകളുടെയൊക്കെ അനക്ഡോട്ട് നമുക്ക് വിക്കിപീഡിയയിലൊക്കെ കാണാൻ പറ്റും. ഇതിൽ ജനിച്ചു, ഇങ്ങനെയാണ്, ഇത്തരത്തില്, അതായത് കണ്ടില്ലേ ഒരു കുട്ടി ഈ പരീക്ഷയ്ക്ക് ചേർന്നു, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ പഠിച്ചു, ഈ കോളേജിൽ പോയി, അങ്ങനെ 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 ഓരോ കോഴ്സ് എടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ആ കുട്ടിയുടെ ഒരു ജസ്റ്റ് ഒരു ബ്രീഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ലിസ്റ്റ് ചെയ്ത് വെക്കുന്നതിന് എന്ത് പറയുന്നത് അനക്ഡോട്ടൽ റെക്കോർഡ്. നമ്മൾ ഈ വിക്കിപീഡിയയിൽ ഓരോരുത്തരെ കാണില്ലേ, ഇപ്പോ സച്ചിൻ അടിച്ചു കഴിഞ്ഞാൽ സച്ചിന്റെ ഓരോ കാര്യങ്ങളായിട്ട് കാണില്ലേ, അതൊക്കെ ഒരു അനക്ഡോട്ടൽ റിപ്പോർട്ട് പോലെ നമുക്ക് പറയാനാണ് വെച്ചാൽ. അതേപോലെ എന്താ ക്യുമുലേറ്റീവ് റെക്കോർഡ്, കോംപ്രഹെൻസീവ് റെക്കോർഡ് ഷോയിങ് ഓവറോൾ പ്രോഗ്രസ് ഓഫ് എ സ്റ്റുഡന്റ് ഓവർ എ ടൈം. ആ കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു ഓവറോൾ ടൈമിൽ ഒരു സെമ്മില് ആ കുട്ടിക്ക് ഉണ്ടായ പ്രോഗ്രസ്സുകൾ, മാർക്കിൽ ഉണ്ടായ പ്രോഗ്രസ് ആവാം, അല്ലെങ്കിൽ ബിഹേവിയറിൽ ഉണ്ടായ പ്രോഗ്രസ് ആവാം, അങ്ങനെ ഏത് പ്രോഗ്രസ് കാണിച്ചാലും ഒരു 360 ഡിഗ്രി പ്രോഗ്രസ് കാണിക്കുന്നതാണ് എന്ത് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനി ടെസ്റ്റുകൾ, അതായത് നോർമൽ നമ്മൾ കാണുന്ന പരീക്ഷകൾ, സ്ട്രക്ചർഡ് ടൂൾസ് യൂസ്ഡ് ടു അസസ് നോളേജ് സ്കില്ല് ഓർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്റ്റുഡന്റ്. ഓക്കെ, അത് വലിയ കാര്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ പോർട്ട്ഫോളിയോ എന്താ നമുക്കറിയാം, നമ്മൾ ചെയ്ത വർക്കുകള്, നമ്മൾ ചെയ്തപ്പോ ഒരു ഗ്രാഫിക് ഡിസൈനർ ആണ് വെച്ചാൽ ഗ്രാഫിക് ഡിസൈനർ ചെയ്ത വർക്കുകൾ എന്ത് ചെയ്യും, ഒരു പോർട്ട്ഫോളിയോ പോലെ ഒരു വെബ്സൈറ്റിൽ ഉണ്ടാക്കി വെക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്താ അത് കളക്ഷൻ ഓഫ് ലേണേഴ്സ് ബെസ്റ്റ് വർക്കുകൾ, നമ്മൾ ചെയ്ത ബെസ്റ്റ് വർക്കുകൾ, അല്ലെങ്കിൽ കുട്ടി ചെയ്ത ബെസ്റ്റ് പ്രൊജക്ട് വർക്ക് ആവാം, അല്ലെങ്കിൽ കുട്ടിയുടെ ചിത്രങ്ങളാവാം, അല്ലെങ്കിൽ ആ സെമിനാർസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുട്ടി ചെയ്ത വർക്കുകൾ ഏതാണ് വെച്ചാൽ അത് ഷോയിങ് പ്രോഗ്രസ് ആൻഡ് അച്ചീവ്മെന്റ്സ് ഓവർ ടൈം. ഓക്കെ, അതാണ് എന്ത് പോർട്ട്ഫോളിയോ. ഇനി സെൽഫ് റിപ്പോർട്ട് ടെക്നിക്ക് എന്താ, ലേണേഴ്സ് എക്സ്പ്രസ് ദയർ ഓൺ ഫീലിങ്സ്, അവന്റെ തന്നെ ഫീലിങ്സ്, അവന്റെ തന്നെ ആറ്റിറ്റ്യൂഡ്സ്, ഒപ്പീനിയൻസ് ഒരു ക്വസ്റ്റിനെയർ അല്ലെങ്കിൽ ഇൻവെന്ററി നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സെൽഫ് റിപ്പോർട്ട് ടൂൾ ആണെന്ന്, അതേപോലത്തെ ഒരു സെൽഫ് റിപ്പോർട്ട് ടൂൾ ആണ് എന്ത് സെൽഫ് റിപ്പോർട്ട് ടെക്നിക്ക്. ഓക്കെ, ഇനി ഒബ്സർവേഷൻ ടെക്നിക്ക് എന്താ, ടീച്ചർ ഒബ്സർവ്സ് സ്റ്റുഡൻസ് ബിഹേവിയർ, ടീച്ചർ എന്ത് ചെയ്യും കുട്ടികളുടെ ബിഹേവിയർ നോക്കും. അതേപോലെ കുട്ടിയുടെ പാർട്ടിസിപ്പേഷൻ, അതേപോലെ കുട്ടിയുടെ പെർഫോമൻസ് ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണെന്നുള്ള ടീച്ചർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേഷൻ നടത്താൻ പറ്റും. ഓക്കെ, ഒബ്സർവേഷനിലൂടെ ഇവാലുവേഷൻ നടത്താൻ പറ്റും. ഇനി ഇന്റർവ്യൂ എന്താ, നമ്മൾ 1-to-1 ആയിട്ടോ അല്ലെങ്കിൽ 1-to-many ആയിട്ട് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ചെയ്യാണ്. അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യും, കുട്ടിയുടെ ഡീറ്റെയിൽസ്, കുട്ടിക്ക് എന്തിനെ കുറിച്ചൊക്കെ അറിയാം, കുട്ടിയുടെ ലേണറിന്റെ ഓരോ കാര്യങ്ങളുള്ള അഭിപ്രായങ്ങള്, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇന്റർവ്യൂ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. പിന്നെയാണ് എന്ത് വരുന്നത് കേസ് സ്റ്റഡീസ് ടെക്നിക്ക്, അതായത് എന്താ ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ലേണർ ടു അണ്ടർസ്റ്റാൻഡ് ദയർ പ്രോബ്ലംസ് ആൻഡ് ഡെവലപ്മെന്റ്. അറിയില്ലേ കേസ് സ്റ്റഡി നമ്മൾ നടത്തില്ലേ, അതായത് എന്താ ഓരോ സിനാരിയോസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നെന്ന് നോക്കുക. അതായത് ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ലേണർ, ഒരാളുടെ, അതായത് ഒരു കുട്ടിയുടെ ഒരു സിനാരിയോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വെച്ചിട്ട് അതിലുള്ള ഡെവലപ്മെന്റ് നോക്കാൻ വേണ്ടിയിട്ട്, അതാണ് എന്ത് കേസ് സ്റ്റഡി ടെക്നിക്ക്. ഇനി സോഷ്യോമെട്രിക് ടെക്നിക്ക്, സ്റ്റഡി ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്, ആ കുട്ടിയുടെ സോഷ്യൽ റിലേഷൻഷിപ്പ്, അതേപോലെ സോഷ്യൽ റിലേഷൻഷിപ്പിലുള്ള സോഷ്യൽ ആക്സെപ്റ്റൻസ്, ബാക്കിയുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ടുള്ളത്, ആ കുട്ടിയുടെ ഒപ്പമുള്ളവരുടെ ആക്സെപ്റ്റൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് സോഷ്യോമെട്രിക് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. പിന്നെന്താണ് പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്താ, റിവീൽസ് ഹിഡൻ ഫീലിംഗ്സ് ഓർ മോട്ടീവ് ബൈ ഇന്റർപ്രറ്റിംഗ് ആംബിഗ്യസ് സിറ്റുവേഷൻസ് ഓർ സ്റ്റിമുലി. അതൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട്, അതെങ്ങനെയാ ടെസ്റ്റുകൾ വരുന്നത് നോക്കാം. അതായത് ഓരോ ഇവാലുവേഷൻ നടത്താൻ വെച്ചാൽ ഓരോ പരീക്ഷകൾ നടത്തണമെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഏതൊക്കെ ടൈപ്പ് പരീക്ഷകൾ ഉണ്ടെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കി വരും. അത്ര വളരെ മനസ്സിലാക്കിയിട്ട് ബുദ്ധിമുട്ടുള്ള പരിപാടികളൊന്നുമല്ല. നമുക്ക് ജസ്റ്റ് നമ്മളൊക്കെ എഴുതിയ പരീക്ഷകളൊക്കെ തന്നെയായിരിക്കും എപ്പോഴും എഴുതിയ പരീക്ഷ. ഒന്നാമത്തെ നോം റെഫറൻസ്ഡ് ടെസ്റ്റ്, സ്റ്റുഡൻസ് ആർ കമ്പയർഡ് അക്കോർഡിംഗ് ടു ദയർ റാങ്കിങ്. അതായത് എന്താ, നമ്മളുടെ മത്സര പരീക്ഷ ഉള്ളത് ഇപ്പൊ UGC നെറ്റ് അടച്ചാൽ തന്നെ ഒരു മാർക്ക് കിട്ടും, അവന്റെ റാങ്ക് എത്രയാണെന്ന് വിചാരിച്ചു, റാങ്ക് 1 ആണ്.
അടുത്തവന് വേറൊരുത്തരെ മാർക്ക് കിട്ടി, അവനെന്തായി 2ആയി. അത് വെച്ചാൽ വേറൊരുത്തന് എത്രയായി, റാങ്ക് 137ആയി. അപ്പൊ എന്തായി, ഇത് തമ്മിൽ എന്താണ് കമ്പയറിംഗ് ആ, ഏതാ കൂടുതൽ എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവാം, 1ആണ് കൂടുതൽ, 2ആണ് പിന്നുള്ളത്, 137ആണ് പിന്നെ വരുന്നത്. അങ്ങനെ എന്താണ് കമ്പയർ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദയർ റാങ്കുകൾ, റാങ്കിനനുസരിച്ചിട്ട് കമ്പയർ ചെയ്യുന്നതാണ് എന്ത്, നോം റെഫറൻസ് ടെസ്റ്റ്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. റാങ്കിങ്ങിനനുസരിച്ചിട്ട് കമ്പയർ ചെയ്യുന്നതാണ് എന്ത്, നോം റെഫറൻസ് ടെസ്റ്റ്, UGC നെറ്റുകൾക്ക്. അടുത്തത് എന്താ, ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ്. അതായത് ക്രൈറ്റീരിയ ആണ്, ഒരു പ്രീ ഡിഫൈൻഡ് ക്രൈറ്റീരിയ ഉണ്ടാവും. അപ്പോ നമ്മൾ പരീക്ഷ എഴുതുന്നതിന് മുന്നേ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് എന്താ, ഒരു 100 മാർക്കിന്റെ പരീക്ഷയാണ് വിചാരിച്ചോ, 1/4 ആണ് എന്ത്, അതിന്റെ പാസ് ചെയ്യാനുള്ള മാർക്ക്, പാസിംഗ് മാർക്ക്. അപ്പൊ നമുക്ക് എന്തായി, ഓൾറെഡി മനസ്സിലായി എന്താ, 25 മാർക്കിന്റെ മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ടെസ്റ്റ് പാസ്സായി. അതാണ് എന്ത്, ഒരു പ്രീ ഡിഫൈൻഡ് ക്രൈറ്റീരിയ ആയിട്ടുള്ള 25 മാർക്ക്. ഓക്കെ, പ്രീ ഡിഫൈൻഡ് ക്രൈറ്റീരിയ ആയിട്ടുള്ള മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. അതാണ് എന്ത്, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ്. ഡൗട്ട് ഇല്ലല്ലോ, അതാണ് എന്ത്, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ്. ഇനി സൈക്കോളജിക്കൽ ടെസ്റ്റ്. സൈക്കോളജിക്കൽ ടെസ്റ്റിൽ എന്താണ് നോക്കുന്നത്, മെഷേഴ്സ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ലൈക്ക് ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, ഇന്റലിജൻസ്. അതായത് ഇപ്പൊ ഒരു IQ ടെസ്റ്റ് നടത്തുകയാണ്, അതിൽ എന്താണ് കൂടുതൽ മാർക്ക് കിട്ടിയോ എന്നല്ല നോക്കുന്നത്, അവന്റെ IQ ലെവൽ എത്രയാണെന്നുള്ളതാണ് നോക്കുന്നത്. അത് വെച്ചാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആരും തോൽക്കാത്തൊരു ടെസ്റ്റ് ആണ്. ഓരോ കുട്ടിയുടെയും ആപ്റ്റിറ്റ്യൂഡ്, അവന്റെ അഭിരുചി ഏത് നിലയിലാണ്, ഏത് മേഖലയിലോട്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവന്റെ സൈക്കോളജിക്കൽ ടെസ്റ്റ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്ത്, സൈക്കോളജിക്കൽ ടെസ്റ്റ്. അടുത്ത് വരുന്നതാണ് എന്ത്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഡയഗ്നോസ്റ്റിക് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് എന്താണ്, ഡയഗ്നോസ്റ്റിക് വന്നു കഴിഞ്ഞാൽ എന്താണ്, റൂട്ട് ഓഫ് ലേണിംഗ് പ്രോബ്ലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ലേണിംഗ് പ്രോബ്ലത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ. അങ്ങനെ കാരണം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്, റെമീഡിയൽ ടീച്ചിങ്. ഓക്കെ, ഈ കാര്യങ്ങൾ എന്തായാലും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിൽ വരണം കേട്ടോ. ഓക്കെ, എന്താ, ഫൈൻഡിങ് ഔട്ട് ഓഫ് ദ റീസൺസ് ടു ഡയഗ്നോസ് ലേണിംഗ് ഗ്യാപ്സ് ഓർ എറേഴ്സ്. ആ കുട്ടിക്ക് ഉണ്ടാവുന്ന പഠനത്തിലെ ഗ്യാപ്പുകൾ മനസ്സിലാക്കാൻ, ആ കുട്ടി എങ്ങനെയാണ് പ്രശ്നം വരുന്നത് പഠനത്തിലെ മാർക്ക് കുറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ആ കുട്ടിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, എറേഴ്സ് എങ്ങനെയാണെന്നുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ഫൈൻഡിങ് കോസ് ബിഹൈൻഡ് പുവർ പെർഫോമൻസ്. അതേപോലെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞ, റെമീഡിയൽ ടീച്ചിങ് വഴി നമ്മൾ ആ ലേണിംഗ് ഗ്യാപ്പ് അടയ്ക്കും. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. അടുത്ത വരുന്നതാണ് എന്ത്, അച്ചീവ്മെന്റ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ കുട്ടി എന്തൊക്കെ അച്ചീവ് ചെയ്തു ആ ഒരു അക്കാഡമിക് സെഷനിലൂടെ കടന്നുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് വെച്ചാൽ ആ ഒരു ഇൻസ്ട്രക്ഷനിലൂടെ കടന്നുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ, മെഷർ വാട്ട് എ ലേണർ ഹാസ് ആൾറെഡി ലേൺഡ്. ആ കുട്ടിക്ക് എന്തൊക്കെ ആൾറെഡി അറിയാം. മെഷർ ലേണിംഗ് ഔട്ട്കംസ് ആഫ്റ്റർ ഇൻസ്ട്രക്ഷൻ. നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ആ കുട്ടിക്ക് മനസ്സിലായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ടു പ്രൊമോട്ട് സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ പെർഫോമൻസ്. അവന് അത്യാവശ്യം നല്ലത് മനസ്സിലായി വെച്ചാൽ, അല്ല ഈ പരീക്ഷയിൽ അച്ചീവ്മെന്റ് ടെസ്റ്റിൽ അവൻ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവനെ അടുത്ത ലെവലിലോട്ട്, അതായത് ഇപ്പൊ +1 അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെച്ചാൽ +2 നമുക്ക് എന്ത് ചെയ്യാൻ, അവനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള പോലെ. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ലേണേഴ്സ്. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്, അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ ഈ അച്ചീവ്മെന്റ് ടെസ്റ്റുകൾ അല്ല, ഈ ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, വാലിഡിറ്റി. ഓക്കെ, ആലോചിച്ച് വെക്കണം, ഇത് പഠിക്കണം കേട്ടോ. 6 എന്താന്നുള്ളത് പഠിക്കണം, അത് ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ വാലിഡിറ്റി, രണ്ടാമത്തെ റിലയബിലിറ്റി, മൂന്നാമത്തെ ഒബ്ജക്ടിവിറ്റി, നാലാമത്തെ കോംപ്രഹെൻസീവ്നെസ്, അഞ്ചാമത്തെ പ്രാക്ടിക്കാലിറ്റി, 6 ഡിസ്ക്രിമിനേഷൻ. വളരെ എളുപ്പമാണ് സാധനം മനസ്സിലാക്കാൻ. ഇത് കാണാതെ പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരിക്കലും കാണാപാഠം പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലാതെ. അപ്പോ അതൊരു ടെസ്റ്റ് നടത്തുമ്പോൾ എന്താന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ, ഈ തൊട്ട് മുന്നത്ത് നമ്മൾ നേരത്തെ പറയാം, ഒന്നുകൂടിയും പറയും കേട്ടോ, ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഓരോന്നായിട്ട്. ഓക്കെ, പ്ലാനിങ് എങ്ങനെയാ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്, പ്ലാനിങ് എന്തൊക്കെയാ, പ്ലാനിങ് ദ ടെസ്റ്റ്, പ്രിപ്പയറിംഗ് എ ബ്ലൂ പ്രിന്റ്, റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ എഴുതുന്നു, ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ അതിലുള്ള കുറച്ച് എഡിറ്റിംഗ്, അല്ലെങ്കിൽ റിവ്യൂവിങ്, മാർക്കിംഗ് സ്കീം എങ്ങനെയൊക്കെ വേണമെന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും ലാസ്റ്റ് പരീക്ഷ നടത്തിയിട്ട് ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്, ഇതാണ് നടത്തുന്നത്. അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയുന്ന കാര്യങ്ങളല്ലേ. ഇനി
ഓക്കെ, ഒരു ഗുഡ് അസസ്മെന്റ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നാ പറയുന്നത്? വൺ വിച്ച് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഇന്റൻഡ് ടു മെഷർ. എന്താണോ മെഷർ ചെയ്യേണ്ടത് അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതിൽ കാര്യങ്ങളിൽ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ അൺബയാസ്ഡ് ആയിട്ടുള്ള റിസൾട്ട്സ് വേണം. അതേപോലെ ഹെൽപ്സ് ഇൻ ഇംപ്രൂവിംഗ് ലേണിംഗ് പ്രോസസ്. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്തതാണ് ഇമ്പോർട്ടന്റ്. എന്താണ് വാലിഡിറ്റി? വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് ആയിരിക്കണം. വാലിഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അസസ്മെന്റ് ഷുഡ് മെഷർ വാട്ട് ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു മെഷർ. അതെന്താണോ സപ്പോസ് ചെയ്തിട്ടുള്ളത്, അളക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു അസസ്മെന്റ് അല്ലെങ്കിൽ ഒരു പരീക്ഷ, അച്ചീവ്മെന്റ് ടെസ്റ്റോ ഏതാണെന്ന് വെച്ചാൽ ടെസ്റ്റ് അളക്കാൻ പാടുള്ളൂ. ഇപ്പോ ഞാൻ മാത്സ് ആണ് എന്റെ വിഷയം, മാത്സ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? മാത്സിന് പോയിട്ട് പൈതഗോറസ് തിയറത്തിനെ വെച്ചിട്ട് ഒരു എസ്സേ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അത് നടക്കുന്ന കാര്യമാണോ? അല്ലല്ലോ. അതല്ലല്ലോ അതിൽ നടക്കേണ്ടത്. പൈതഗോറസ് തിയറം വെച്ചിട്ട് ഒരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞിട്ട് ആ പ്രോബ്ലത്തിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറയാണ്. അതല്ലേ അവിടെ നടക്കേണ്ടത്? ഇതല്ലേ എനിക്ക് മെഷർ ചെയ്യേണ്ടത്? അവന്റെ പ്രോബ്ലം സോൾവിങ് സ്കില്ലല്ലേ നോക്കേണ്ടത്? അല്ലാണ്ട് മാത്സില് പോയിട്ട് ഞാൻ അവന്റെ എസ്സേ അല്ലെങ്കിൽ റൈറ്റിംഗ് സ്കില്ലല്ലോ നോക്കേണ്ടത്. അപ്പൊ എന്താണത്? സപ്പോസ്ഡ് ടു മെഷർ വാട്ട് ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു മെഷർ. അത് എന്താണോ അളക്കേണ്ടത് അത് മാത്രമേ അതില് അളക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ എന്ത് പറയുള്ളൂ, അത് വാലിഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെ? നമുക്ക് മനസ്സിലായില്ലേ? ഒരു മലയാളം പരീക്ഷയ്ക്ക് പോയിട്ട് ഈ ഒരു പ്രോബ്ലം കൊടുക്കാൻ പറ്റില്ലല്ലോ. അതെന്താണ്? അവിടെ ഒരു വാലിഡിറ്റി ഉണ്ടാവില്ല. ഓക്കെ, അടുത്താണ് എന്ത്? റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റിലയബിൾ ആയിരിക്കണം. റിലയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാറ്റം ഒന്നും അധികം വരാൻ പാടില്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു ക്ലാസ്സിൽ ഒരു ടെസ്റ്റ് നടത്തി, ഓക്കെ, അപ്പൊ കുറെ ഔട്ട്പുട്ട് കിട്ടി. അതേ ടെസ്റ്റിന് വേറെ ക്ലാസ് നടത്തുമ്പോൾ ഏകദേശം അതേപോലെ തന്നെ ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നു. അതേപോലെ തന്നെ വേണമെന്നില്ല, ചെറിയ ചെറിയ എന്ത് മാറ്റം വരാന്നേ ഉള്ളൂ. അതായത് രണ്ട് സിമിലർ ആയിട്ടുള്ള കുറെ കണ്ടീഷൻസിൽ നമ്മൾ ഈ പരീക്ഷ നടത്തുമ്പോൾ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ തന്നെ കിട്ടണം. അതായത് ഇറ്റ് ഗീവ്സ് കൺസിസ്റ്റന്റ് റിസൾട്ട് വെൻ റിപ്പീറ്റഡ് അണ്ടർ സിമിലർ കണ്ടീഷൻ. ഓരോ ക്ലാസ്സിൽ, ഇപ്പോൾ 9ാം ക്ലാസ്സിൽ മൊത്തം നടത്തി കഴിഞ്ഞാൽ ചില ക്ലാസ്സുകളുടെ കുറച്ച് നല്ല കുട്ടികൾ ഉണ്ടാകും വെച്ചാലും ഏകദേശം ഒരേപോലത്തെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കണം. അതായത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പരീക്ഷയാണ് വിചാരിച്ചോ. ആ 9ാം ക്ലാസ്സിൽ നടത്തിയ ഞാൻ 8 പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ 9ാം ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും എന്തായിരിക്കണം? അത് ബുദ്ധിമുട്ടായിരിക്കണം. ഒരു ക്ലാസ്സിന് എളുപ്പം ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവാൻ പാടില്ല. അപ്പൊ അവിടെ എന്താണ്? അത് റിലയബിലിറ്റി അല്ല. ഓക്കെ, ഇറ്റ് ഗീവ്സ് കൺസിസ്റ്റന്റ് റിസൾട്ട്. അപ്പൊ ഈ കൺസിസ്റ്റന്റ് എന്നുള്ള വാക്കാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് കിട്ടേണ്ടത്. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് എന്താ? ഒബ്ജക്ടിവിറ്റി. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കണം. ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടു കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിച്ച കാര്യം ഒന്നാണ്, പിന്നെ അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എനിക്കത് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുമോ? പാടില്ല. ടീച്ചറിന്റെ പേഴ്സണൽ ഒപ്പീനിയനിലോട്ട് അല്ലെങ്കിൽ എക്സാമിനറുടെ പേഴ്സണൽ ഒപ്പീനിയനിലോട്ട് ഈ ആൻസേഴ്സിനെ നമുക്ക് കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ, സ്കോറിംഗ് ഓഫ് ദ ടെസ്റ്റ് ഷുഡ് നോട്ട് ബി ഡിപ്പെൻഡ് ഓൺ ദ എക്സാമിനേഴ്സ് പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പോ 1947 നടന്ന ഏതെങ്കിലും സംഭവത്തെ കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടി എന്ത് എഴുതി? 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലത്തെ കുറച്ച് കാര്യങ്ങൾ എഴുതി. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടി എഴുതിയ കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് തോന്നിയിട്ട് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതാൻ പാടൂ എന്ന് പറയാണ്. അപ്പൊ അതെന്താണ്? തെറ്റല്ലേ? അങ്ങനെ പാടില്ല. ഓക്കെ, അപ്പൊ എക്സാമിനറിനനുസരിച്ചിട്ടല്ല പാടേണ്ടത്, നമ്മളുടെ കരിക്കുലത്തിനനുസരിച്ചിട്ട് ആണ് നമ്മളുടെ ആൻസേഴ്സ് വരേണ്ടത്. അടുത്തെന്താണ്? പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അസസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കണം. അതേപോലെ തന്നെ കുട്ടിക്ക് എഴുതാൻ വേണ്ടിയിട്ടും എളുപ്പമായിരിക്കണം. അവൈലബിൾ ടൈമിൽ എഴുതാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആയിരിക്കണം. ഇപ്പൊ ഞാൻ പറയാണ്, ഞാനൊരു പരീക്ഷ ഇട്ടു, ഒരു 100 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്ക് വീതമാണുള്ളത് എന്ന് പറയുകയാണ്. 1 മണിക്കൂറും ടൈം കൊടുത്തു. 1 മണിക്കൂർ. ഇതെന്താ? പ്രാക്ടിക്കബിൾ അല്ലല്ലോ. അപ്പോ ഇത് ചെയ്യാൻ പാടില്ല. എന്താണത്? കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവൈലബിൾ ടൈമിൽ അവൈലബിൾ റിസോഴ്സ് യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിരിക്കണം. അപ്പൊ എനിക്ക് എന്ത് വേണം ചേട്ടാ? 25 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണുള്ളത്. അതേപോലെ ഒരു 50 മിനിറ്റ് ആണ് ടൈം എന്ന് വേണമെച്ചാൽ പറയാം. മനസ്സിലായില്ലേ? അസസ്മെന്റ് ഷുഡ് ബി ഈസി ടു അഡ്മിനിസ്റ്റർ, സ്കോർ ആൻഡ് ഇന്റർപ്രറ്റ് വിത്തിൻ അവൈലബിൾ ടൈം ആൻഡ് റിസോഴ്സസ്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. ഇതാണ് എന്ത്? പ്രാക്ടിക്കാലിറ്റി. അടുത്താണ് എന്ത്? യൂസ്ഫുൾനെസ്. അപ്പോ കുട്ടിയുടെ ഭാവി പഠനത്തിന്, ഓക്കെ, കുട്ടി പഠിക്കുന്നതിന് ബന്ധപ്പെടുത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ. കുട്ടിയുടെ സിലബസിൽ ഇല്ലാത്തതോ കുട്ടിക്ക് ഭാവി പഠനത്തിന് യാതൊരു ഉപകാരം ഇല്ലാത്തൊരു കാര്യം കൊണ്ടുവന്നിട്ട്, സിലബസിൽ ഇല്ലാത്തൊരു കാര്യം കൊണ്ടുവന്നിട്ട് ഞാൻ പരീക്ഷയ്ക്ക് ഇട്ടിട്ട് കാര്യമുണ്ടോ? അവന്റെ ലേണിംഗ് പ്രോഗ്രസിനെ അത് അഫക്ട് ചെയ്യോ? ഇല്ല.
അത് ബുദ്ധിമുട്ടാക്കുന്നല്ലാണ്ട് പോസിറ്റീവായിട്ട് അതൊരിക്കലും എഫക്ട് ചെയ്യില്ല. അടുത്ത വരുന്നതാണ് എന്ത്? ഒറിജിനാലിറ്റി. ഒറിജിനാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടേതായിട്ടുള്ള ആൻസറുകൾ, കുട്ടി മനസ്സിൽ കണ്ട കുട്ടിയുടെ ക്രിയേറ്റീവായിട്ട് എഴുതാൻ പറ്റുന്ന, റോട്ട് ലേണിംഗ് ഇല്ലാത്ത ആൻസേഴ്സ് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വേണ്ടത്. അതായത് എന്താ? ക്വസ്റ്റ്യൻസ് ഷുഡ് എൻകറേജ് ഒറിജിനൽ തിങ്കിങ് ആൻഡ് ക്രിയേറ്റിവിറ്റി, നോ റോട്ട് ലേണിംഗ്. അതായത് റോട്ട് ലേണിംഗ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കണം വേണ്ടത്. ഓക്കെ. ഏഴാമത്തെ എന്താണ്? ക്ലാരിറ്റി. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, അതായത് 1 മണിക്കൂറാണ് പരീക്ഷ, അതേപോലെ 25 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുന്നത്, ഒരു ക്വസ്റ്റ്യൻ ഇത്ര മാർക്കാണ് ഉണ്ടാവുന്നത്, നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. അതേപോലെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടും സിമ്പിൾ ആയിട്ടും സംശയങ്ങളൊന്നും ഉണ്ടാക്കാതെ, അതാണ് എന്താ? അൺആംബിഗ്വസ്, സംശയങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം കുട്ടിക്ക് കൊടുക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻസ് വളരെ സംശയമൊന്നും ഉണ്ടാക്കാത്ത തരത്തിലായിരിക്കണം. അല്ലാണ്ട് രാമ കിഴക്കോട്ട് പോയി പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 45 ഡിഗ്രി തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ സൂര്യന്റെ ഭാരം എത്ര എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല. എട്ടാമത് വരുന്നത് എന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ അണ്ടർ യൂണിഫോം കണ്ടീഷൻസ് ഫോർ ആൾ സ്റ്റുഡൻസ്. ഇപ്പോ ഞാൻ എന്റെ ക്ലാസ്സിന്, ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിന് ഞാൻ പറയുകയാണ്, നിങ്ങൾ 2 മണിക്കൂർ പരീക്ഷ എടുത്തു. ഓക്കെ. അപ്പുറത്തെ ക്ലാസ്സിൽ പോയിട്ട് ഞാൻ പരീക്ഷ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഞാൻ 1 മണിക്കൂറേ തരുന്നുള്ളൂ, അങ്ങനെ പറയാൻ പാടുള്ളൂ? ഇല്ല. അപ്പൊ എന്തായിരിക്കും? യൂണിഫോം കണ്ടീഷൻസ് ആയിരിക്കും. അലച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പകുതി ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. അത് ഞാൻ പറയണം. അതെന്താണ്? അത് ശരിയാണോ? അല്ല. ടെസ്റ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് അണ്ടർ യൂണിഫോം. അപ്പൊ എല്ലാ ക്ലാസ്സിലും 1 മണിക്കൂർ ആയിരിക്കണം പരീക്ഷ, എല്ലാവർക്കും 25 ക്വസ്റ്റ്യൻ ആയിരിക്കണം വേണ്ടത്. അതാണ് എന്ത്? സ്റ്റാൻഡർഡൈസേഷൻ. ഒരു സ്റ്റാൻഡേർഡ് അവിടെ സെറ്റ് ചെയ്യണം, എല്ലാവർക്കും സ്റ്റാൻഡേർഡ് അപ്ലൈ ആവും കൂടി വേണം. അപ്പോഴാണ് ഉണ്ടാവുന്ന സ്റ്റാൻഡർഡൈസേഷൻ വരുന്നത്. ഇനി 9, ഡിഫറൻഷ്യബിലിറ്റി. ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ മനുഷ്യന്റെ ഒരു ലോജിക്ക് വെച്ച് നോക്കുകയാണെന്ന് വെച്ചാല്, നമ്മള് ഒരു മാസമായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലോ അല്ലെങ്കിൽ കുറെ ആളുകൾ ഒരുമിച്ച് ഇരുന്നിട്ട് പരീക്ഷ കഴിഞ്ഞ് വിചാരിച്ചോ. അപ്പോ ആ പരീക്ഷയിലത്തെ മാർക്കുകൾ നമ്മളൊരു ഗ്രാഫിൽ ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും എങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ എന്നറിയോ? അതൊരു ബെൽ കർവ് ആയിരിക്കും. ബെൽ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെല്ലിന്റെ ഷേപ്പ് പോലെ ഉണ്ടാവുന്നില്ലേ? കറക്റ്റ് അല്ല, ഒരു ബെല്ലിന്റെ ഷേപ്പ് പോലെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് മാർക്ക് കുറവുള്ളവര്, ഓക്കെ, മാർക്ക് ലെസ് ഉള്ളവര്, ഇത് മാർക്ക് ഒരു ആവറേജ് ഉള്ളവര്, അതേപോലെ ഇത് മാർക്ക് കൂടുതലുള്ളവര്, അതാണ് ഉണ്ടാവുന്നത്. കാരണം എപ്പോഴും ഒരു ആവറേജ് ലെവലിലുള്ള ആളുകളായിരിക്കും എന്തുണ്ടാവുക? നമ്മളുടെ ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഉണ്ടാവുന്നത്. ഹൈ ഐക്യു ഉണ്ടാവുന്ന അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടുന്ന ഹൈ പെർഫോമൻസ് നടത്തുന്നവർ വളരെ കുറവായിരിക്കും. അതേപോലെ വളരെ ലോ പെർഫോമൻസ് നടത്തുന്നവരും വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മളുടെ ഏത് പരീക്ഷ എടുത്ത് നടത്തി കഴിഞ്ഞാലും, കറക്റ്റ് ആയിട്ടുള്ള ഏത് പരീക്ഷ എടുത്ത് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാലും അതിലുണ്ടാവുന്ന ഈ കർവ് ബെൽ കർവ് ആയിരിക്കണം. നമ്മളുടെ SSLC പരീക്ഷയുടെയൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ വന്നത് ബെൽ കർവ് ആയിരുന്നില്ല, ഇങ്ങനൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഈ ആവറേജും ഇതേപോലെ തന്നെയാണ്, ആവറേജിന്റെ അടുത്ത് പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത് ഈ ഹൈ മാർക്ക് ഉണ്ടായിരുന്നവർ കുറെ പ്ലസ് വന്നിരുന്ന സമയത്തൊക്കെ. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അടുത്താണ് എന്ത്? ഓക്കെ, ഇതൊന്ന് വായിക്കാം. എ ഗുഡ് ടെസ്റ്റ് ഷുഡ് ബി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഹൈ അച്ചീവേഴ്സ് ആൻഡ് ലോ അച്ചീവേഴ്സ്. ഓക്കെ. 10ാമത്തെ എന്താ? കോംപ്രഹെൻസീവ്. അസസ്മെന്റ് ഷുഡ് കവർ ആൾ ലേണിംഗ് ഔട്ട്കംസ്. എല്ലാ ലേണിംഗ് ഔട്ട്കംസും നമ്മൾ കവർ ചെയ്യണം. എന്തൊക്കെ കവർ ചെയ്യേണ്ടത്? കുട്ടിയുടെ നോളേജ്, കുട്ടിയുടെ അണ്ടർസ്റ്റാൻഡിങ്, കുട്ടിക്ക് അതിനെ കുറിച്ചുള്ള അറിവ്, കുട്ടി അതിന് എന്തൊക്കെ മനസ്സിലാക്കി എന്നുള്ളത്, കുട്ടിയുടെ ഭാഷയിൽ എഴുതാൻ പറ്റുന്നത്, അതേപോലെ കുട്ടി അതൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അവനിൽ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട സ്കിൽസ് വന്നിട്ടുണ്ടോ എന്നുള്ളത്, ഇത്രയും കാര്യങ്ങൾ. അതായത് ഇവിടെ ശരിക്കും നടക്കുന്ന എന്താണ്? ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഒരു 360 ഡിഗ്രി ഡെവലപ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. അത് ഉണ്ടോന്ന് നോക്കണം. അതാണ് എന്ത്? കോംപ്രഹെൻസീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡൗട്ട് ഇല്ലല്ലോ? ഡിഫറൻഷ്യബിലിറ്റി മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു, വിചാരിക്കുന്നു. അടുത്തത് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക് കുറച്ച്. അപ്പോ 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഒതന്റിക് അസസ്മെന്റ്. ഒതന്റിക് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഈ ഒതന്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും? നമ്മൾ അപ്പൊ കേട്ട് കഴിഞ്ഞാൽ ആലോചിക്കേണ്ട അത്രേ ഉള്ളൂ, റിയൽ ലൈഫ് സിനാരിയോ എന്ന് ആലോചിച്ചാൽ മതി. റിയൽ ലൈഫ് സിനാരിയോ, റിയൽ ലൈഫ് സ്കില്ലുകൾ, ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്ന അസസ്മെന്റുകളാണ് എന്ത്? ഒതന്റിക് അസസ്മെന്റ്. അപ്പൊ അതിൽ MCQ വരും, മൾട്ടിപ്പിൾ ചോയ്സ് എക്സാംസ് വരുമോ? ഇല്ല, വരില്ലല്ലോ. അടുത്തത് എൻഡ് ഓഫ് ടേം റിട്ടേൺ എക്സാം വരുമോ? ഇല്ല. അതൊന്നും റിയൽ ലൈഫ് അല്ലല്ലോ.
ഗ്രൂപ്പ് പ്രൊജക്ട്സ് ദാറ്റ് സ്റ്റിമുലേറ്റ് റിയൽ വേൾഡ് പ്രോബ്ലംസ്. അത് വരാം. ട്രൂ ഓർ ഫാൾസ് ടെസ്റ്റ് വരും, അത് വരില്ല. അപ്പൊ ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ഈ ഒതന്റിക് എന്നുള്ളതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലാക്കി വെക്കണം, മറന്നു പോകരുത്. അടുത്ത എന്താ? വാട്ട് ഡസ് സ്കഫോൾഡിംഗ് മീൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ടീച്ചിങ്? സ്കഫോൾഡിംഗ് നമ്മൾ ആദ്യത്തെ ക്ലാസ് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ത്? സ്കഫോൾഡിംഗ്. ഗിവിംഗ് സ്റ്റുഡൻസ് ആൾ ദ ആൻസേഴ്സ് അറ്റ് ദ ബിഗിനിങ്. അതാണോ? അല്ല. ടീച്ചർ എന്ത് ചെയ്യുന്നു? സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈത്താങ്ങായിട്ട് പ്രൊവൈഡിങ് എ സ്ട്രക്ചർ ടു ഹെൽപ് സ്റ്റുഡൻസ് ബിൽഡ് ഓൺ ദയർ എക്സിസ്റ്റിംഗ് നോളേജ്. അതായത് നമ്മൾ ബ്രൂണർ എന്നൊക്കെ പറഞ്ഞില്ലേ, ബ്രൂണറിന്റെ I+1 മെത്തേഡ്, സ്പൈറൽ കരിക്കുലം ഒക്കെ പറഞ്ഞില്ലേ, അതൊക്കെ എന്താ ഉണ്ടാവുന്നത്? കുറേശ്ശെ ആയിട്ട് കൂട്ടി വരുന്നത്. എന്താണ് ടീച്ചർ ചെയ്യുന്നത്? ഒരു ഫെസിലിറ്റേറ്റർ അല്ല, ഒരു സ്കഫോൾഡിങ്ങിന്റെ കാര്യമാണ് ടീച്ചർ ചെയ്യുന്നത്. അപ്പൊ സ്കഫോൾഡർ ആയിട്ട് വരുന്നതിന്റെ ആൻസർ ഏതാ? ഓപ്ഷൻ ബി, കൈത്താങ്ങ്. അതിങ്ങനെ കൂട്ടി വരും. കുട്ടി പഠിച്ചു തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ച് അവസാനം ഇല്ലാതെ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Which teaching style is characterized by high teacher control and low student participation? അറിയില്ലേ? ഒതോറിറ്റേറിയൻ. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ടീച്ചർ സെന്റേഡ് ആയിട്ടുള്ള. കൺസ്ട്രക്റ്റിവിസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല, വരുന്ന ദിവസങ്ങളിൽ പറയും. ലൈസൻസ് ഫെയർ പറയുന്നതാണ്. Which system is most aligned with the concept of self-paced learning in online education? ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷനിലെ ഏറ്റവും നല്ല സെൽഫ് പേസ്ഡ് ലേണിംഗ് നടത്തുന്ന ഏതില്ല എന്നുള്ളതാണ്. അപ്പോ ഇതിൽ വരുന്നത് എന്താ? ഓൺലൈൻ എഡ്യൂക്കേഷനിൽ എന്തായാലും എന്താ ഇല്ല? പേപ്പർ ബേസ്ഡ് എക്സാം വരുമോ? ഇല്ല. പിന്നെ അഡാപ്റ്റീവ് ടെസ്റ്റിംഗ് എന്താ നമുക്കറിയില്ല. CBCS എന്താ? ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം, അതും വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഫിക്സ്ഡ് കരിക്കുലർ സ്ട്രക്ചർ വരുമോ? ഇല്ല. ഓൺലൈനിൽ ഒരിക്കലും അത് വരില്ല. അപ്പൊ ഓപ്ഷൻ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, അഡാപ്റ്റീവ് ടെസ്റ്റിംഗ്. അതാണ് ആൻസർ. അപ്പൊ ഈ അഡാപ്റ്റീവ് ടെസ്റ്റിംഗ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഈ ഒരു ക്വിസിന്റെ ഒരു ആപ്പ് എടുത്ത് വിചാരിച്ചു നമ്മള് ഏതെങ്കിലും സോഫ്റ്റ്വെയറിൽ. അപ്പോ ആദ്യത്തെ ക്വസ്റ്റൻ ഒക്കെ നമുക്ക് എന്തായിരിക്കും? എളുപ്പമായിരിക്കും. അപ്പൊ നമ്മൾ എന്തായി? ഈസി ആണെന്നുള്ള മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആൻസർ ചെയ്തു. നമ്മൾ അതിന് ഒരു 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞപ്പോ കമ്പ്യൂട്ടറിന് എന്ത് മനസ്സിലായി? അവന് ഈ ഒരു ലെവലുള്ള കാര്യങ്ങൾ അറിയാം. അപ്പൊ കമ്പ്യൂട്ടർ എന്ത് ചെയ്തു? തൊട്ടടുത്ത ലെവലിലോട്ട്, കുറച്ചും കൂടി ഹയർ ലെവലിലോട്ട് പോയി. ഹയർ ലെവലിൽ കൂടി പോയപ്പോ എന്തായി? ക്വസ്റ്റ്യൻസ് കുറച്ച് ഹാർഡായി. അതും നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞപ്പോ എന്തായി? തൊട്ടടുത്ത ക്വസ്റ്റ്യൻസ് വരുന്ന ഏതായി? കുറച്ചും കൂടി ഹയർ ലെവലിലായിട്ട് പോയി. അപ്പൊ അങ്ങനെ എന്തായി? അങ്ങനെ ഹാർഡായി വരാം. അതാണ് എന്ത്? ഈ അഡാപ്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്, അഡാപ്റ്റീവ് ഓൺലൈൻ ടെസ്റ്റിംഗ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തില്ല? രണ്ടാമത്തെ ലെവലിൽ എത്തിയപ്പോ ഹാർഡാണ് മനസ്സിലായി. അപ്പൊ എനിക്ക് ഉത്തരങ്ങൾ കിട്ടുന്നില്ല. അപ്പൊ ഉത്തരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതെങ്കിൽ എന്തായാലും കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? നേരെ തിരിച്ച് ലെവൽ 1ലേക്ക് തന്നെ കൊണ്ടുപോയിട്ട് എളുപ്പമുള്ള കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു തരും. അങ്ങനെ നമ്മളുടെ ആൻസേഴ്സ് കൊടുക്കാനുള്ള നമ്മുടെ കഴിവിനെ അഡാപ്റ്റ് ചെയ്യുന്നതിനെ തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത് അഡാപ്റ്റീവ് ടെസ്റ്റിംഗിൽ ഉണ്ടാവുന്നത്. ഇനി അണ്ടർ CBCSS, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം, വിച്ച് കോമ്പോണന്റ് ഈസ് മാൻഡറ്ററി ഫോർ ആൾ സ്റ്റുഡൻസ്? ഒന്നും നോക്കണ്ട, കോർ കോഴ്സസ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും എന്താണ്? കോർ കോഴ്സസ് ആയിരിക്കും ഉണ്ടാകുന്നത്, മാൻഡറ്ററി ആയിട്ട് ഉണ്ടാകുന്നത്. കോർ കോഴ്സസ് ഇല്ലാണ്ട് വേറെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എലക്ടീവ് കോഴ്സ് ആയിരിക്കില്ല, ഫൗണ്ടേഷണൽ കോഴ്സ് ആയിരിക്കില്ല, വൊക്കേഷണൽ കോഴ്സ് എന്തായാലും ആയിരിക്കില്ല. ഇനി വിച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈസ് പ്രീഡോമിനന്റ്ലി യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് ടു എൻഷുർ ഒബ്ജക്ടിവിറ്റി? ഒബ്ജക്ടിവിറ്റി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? എപ്പോഴും ആദ്യം വരുന്നത് എന്താ? MCQ. അപ്പൊ ഓപ്ഷൻ സി ഏതാ? MCQ. അതാണ് എന്ത്? ഉത്തരം. ഒബ്ജക്ടിവിറ്റി എൻഷുർ ചെയ്യാൻ ഏതേ വേണ്ടുള്ളൂ? MCQ MCQ മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. ഇനി അടുത്ത കാരണമാണ് എന്ത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അടുത്ത കാരണം എന്താ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം? ഒരു ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിന്റെ പർപ്പസ് എന്താ? ശരിക്കും എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? എന്താ ചോയ്സ് ബേസ്ഡ് സിസ്റ്റത്തിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഓരോ കുട്ടിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ചോയ്സ് ചെയ്യാം, അല്ലേ? നോക്കി നോക്കൂ. ടു റെഡ്യൂസ് ടീച്ചേഴ്സ് വർക്ക് ലോഡ് ആണോ? അല്ല. ടു അലോ സ്റ്റുഡൻസ് ടു ടൈലർ ദെയർ എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ ദെയർ ഇൻട്രസ്റ്റ്. കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടിക്ക് ചോയ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ. ടു ഫോക്കസ് ഓൺലി തിയറട്ടിക്കൽ സബ്ജക്ട് ആണോ? അല്ല. ടു എലിമിനേറ്റ് ഗ്രേഡിംഗ് സിസ്റ്റം ആണോ? അതും അല്ല. അപ്പൊ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ബി ഫോർ ബോയ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്നോവേഷൻസ് ഇൻ ഇവാലുവേഷൻ സിസ്റ്റം എൻഷുർസ് ഇൻക്ലൂസിവിറ്റി ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്? ഫോർ ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസിന്, അല്ല പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക്, അപ്പൊ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നല്ലത്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് സ്റ്റാൻഡർഡൈസ്ഡ് പേപ്പർ സിസ്റ്റം ആണോ? അല്ല. എല്ലാവർക്കും ഒരേപോലെ കൊടുത്തുകൊണ്ട് കാര്യമുണ്ടോ? അപ്പൊ ഈ വയ്യാത്ത കുട്ടികൾക്ക്, അല്ല പഠനത്തിൽ കുറച്ച് പിന്നിലോട്ട് നിൽക്കുന്ന, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അത് കാര്യം ഉണ്ടാവുമോ? ഇല്ല. രണ്ടാമത്തെ പറഞ്ഞിട്ടെ, ഫിക്സ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട് കാര്യം ഉണ്ടാവുമോ? ഇല്ല. എലിമിനേഷൻ ഓഫ് ഇവാലുവേഷൻ ഫോർ സ്പെസിഫിക് ഗ്രൂപ്പ്, അത് കാര്യം ഉണ്ടോ? ഇല്ല.
അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഇവാലുവേഷൻ ഒഴിവാക്കി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അവന്റെ അളവിനനുസരിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാനില്ലേ. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് എന്താ, അഡാപ്റ്റീവ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. നേരത്തെ പറഞ്ഞില്ലേ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് കുട്ടി എഴുതി, കുറച്ച് ബുദ്ധിമുട്ടുള്ളത് വന്നു, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടിക്ക് ബുദ്ധിമുട്ടുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, വീണ്ടും കുറച്ചും കൂടി എളുപ്പമുള്ളതിലോട്ട് തിരിച്ചു പോകുന്നു. അപ്പൊ ആ ലെവൽ ഒന്നും കൂടി കുറച്ചു. അപ്പൊ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവന്റെ ലെവലിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്തി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ദ റിലയബിലിറ്റി ഓഫ് ആൻ അസസ്മെന്റ് ടൂൾ റെഫേഴ്സ് ടു. അപ്പോ അസസ്മെന്റ് ടൂളിന്റെ റിലയബിലിറ്റി നമ്മൾ പറഞ്ഞു എന്താണ്, കൺസിസ്റ്റൻസി എന്നുള്ള വാക്ക് എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. ദ കൺസിസ്റ്റൻസി ഓഫ് ദ റിസൾട്ട് ഇറ്റ്സ് റിസൾട്ട് ഓവർ റിപ്പീറ്റഡ് അപ്ലിക്കേഷൻ. അപ്പൊ എന്താണ് ആൻസർ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഡൗട്ട് ഇല്ലല്ലോ. കൺസിസ്റ്റൻസി എന്നുള്ള വാക്ക് വെച്ചാൽ അത് റിലയബിലിറ്റി എന്നുള്ള വാക്ക് ഉണ്ടാവും. ഇനി which of the following is main advantage of non-referenced test? Non-referenced ടെസ്റ്റിൽ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് റാങ്ക്. non-referenced ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആലോചിക്കേണ്ടത് എന്താണ്, റാങ്ക്, റാങ്കിങ് വരുന്നത്. അപ്പൊ എന്താണ്, റാങ്കിങ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മള് കമ്പയർ ചെയ്യും അല്ലെ. ഇറ്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ഓൺ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കണ്ടന്റ്. അതാണോ, അല്ല. ഹെൽപ്സ് ടു കമ്പയർ സ്റ്റുഡൻസ് പെർഫോമൻസ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. ഒന്നാം റാങ്കും രണ്ടാം റാങ്കും തമ്മിൽ എന്ത് ചെയ്യും, റാങ്കിങ്ങിനനുസരിച്ചിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ ഓപ്ഷൻ ബി. ബാക്കിലോട്ട് പോണോ, ആവശ്യമില്ല. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ, ഡൗട്ട് ഉണ്ടാവരുത്. അടുത്താണ് എന്ത്, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഫോക്കസസ് ഓൺ ഐഡന്റിഫൈയിങ് ദ റൂട്ട് കോസസ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് ഡിഫിക്കൽറ്റി. ഓക്കെ, ഏതാ റൂട്ട് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കുണ്ട്, ഡയഗ്നോസ്റ്റിക്. ഡയഗ്നോസ്റ്റിക് എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താ ആലോചിക്കേണ്ടത്, റെമീഡിയൽ ടീച്ചിങ്. ഓക്കെ, അപ്പൊ എന്തായി ഓപ്ഷൻ സി. ഫോർമേറ്റീവ് അല്ലല്ലോ, അല്ല. സമ്മേറ്റീവ് ആണോ, അല്ല. ക്രൈറ്റീരിയ റെഫറൻസ്ഡ് ആണോ, അല്ല. ഇനി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇവാലുവേഷൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വാലിഡിറ്റി. വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞു, എന്താ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യേണ്ടത് മാത്രമേ മെഷർ ചെയ്യാൻ പാടുള്ളൂ. മാത്സ് പരീക്ഷയിൽ പോയിട്ട് എസ്സേ ചോദിക്കുന്നതല്ല വാലിഡിറ്റി. അപ്പൊ എന്താണ് ഓപ്ഷൻ ബി, the degree to which an assessment measure what it is intended to measure. ഇനി ഇതിലെന്താ കൺസിസ്റ്റന്റ്ലി എന്ന് പറഞ്ഞാൽ, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അത് വരിക ലെബിലിറ്റി. ഫെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്റ്റാൻഡർഡൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നല്ലേ, അല്ലേ. ഇനി അടുത്തത് എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ കണ്ടിന്യൂസ് അസസ്മെന്റ്. ഒരു കണ്ടിന്യൂസ് അസസ്മെന്റ് വരുന്നത് ഏതാണല്ലോ. Okay. Continuous assessment system. A. It is based only on final exams. ആണോ, അല്ല. കണ്ടിന്യൂസ് അല്ലേ. It involves regular and ongoing assessments to monitor students' learning progress throughout the course. Throughout the course. അതല്ലേ കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് ആയിട്ട് സമ്മേറ്റീവ് അസസ്മെന്റ്, ഫോർമേറ്റീവ് അസസ്മെന്റ് പോലെ ചെയ്യുന്നതല്ലേ അത്. ഓക്കെ, കണ്ടിന്യൂസ് അസസ്മെന്റ് എക്സാമ്പിൾ ഏതാ, ഫോർമേറ്റീവ് അസസ്മെന്റ്. ഇറ്റ് പ്രൊവൈഡ് വൺ ടൈം ഫീഡ്ബാക്ക് ആണോ, അല്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ്. അതൊക്കെ എന്താണ്, വൺ ടൈം ഫീഡ്ബാക്ക് ഒക്കെ വരുന്നത് സമ്മേറ്റീവ് ആണ്. ഇനി ഓൺലി ഇവാലുവേറ്റ് സ്റ്റുഡൻസ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്, അതല്ല. ഇനി വാട്ട് ഈസ് എ കീ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ്. ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, ഒരു 25 മാർക്ക് കിട്ടിയാൽ അവൻ പാസ്സാന്ന് ഉറപ്പാണ്. ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും, പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഒരു ക്രൈറ്റീരിയ. അപ്പൊ ഏതാ നോക്കൂ ഓപ്ഷനില്. ഒന്നാമത്തെ ഓപ്ഷൻ ആണോ, അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ ആണോ, ഇറ്റ് കമ്പയർ സ്റ്റുഡൻസ് പെർഫോമൻസ്, അല്ല. മൂന്നാമത്തെ, ഇറ്റ് അസസ് സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ പ്രീ ഡിഫൈൻഡ് ക്രൈറ്റീരിയ. ഒരു പ്രീ ഡിഫൈൻഡ് ക്രൈറ്റീരിയ, അതല്ലേ, അതെ. ഓപ്ഷൻ സി. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇവാലുവേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിഫേഴ്സ് ടു ദ കൺസിസ്റ്റൻസി ഓഫ് ആൻ അസസ്മെന്റ് ടൂൾ ഇൻ ദ പ്രൊഡ്യൂസിംഗ് ഓഫ് ദ സെയിം റിസൾട്ട് ഓവർ ആൻഡ് ടൈം. എന്താ, വീണ്ടും വീണ്ടും ഒരേ റിസൾട്ട് വരുമ്പോ എന്താണ്, റിലയബിൾ ആണ്, അല്ലേ. കൺസിസ്റ്റൻസി. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി ഒരു ക്ലാസ്സും കൂടി ആയിരിക്കും ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ കമ്മീഷൻസിന്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവും, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെയും വീഡിയോ ചെയ്യുന്നുണ്ടാവും. പറ്റുന്നത്ര നോക്കി നോക്കാം. എല്ലാവരും എന്തായാലും പഠിക്കുക. താങ്ക് യു. അടുത്ത വീഡിയോ എടുക്കാം.